ബറാത്തിനുണ്ടാക്കുന്ന അപ്പങ്ങളുടെ ലിസ്റ്റിൽ ഒരുപാട് അപ്പങ്ങളുണ്ടെങ്കിലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ അച്ചപ്പം. അപ്പം നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 3 എഗ്ഗ്, ഒരു പീസ് ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ്ചർ കുറേശ്ശെ ആയിട്ട് നമ്മളുടെ ഫ്ലോർ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വിസ്ക് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. മിക്സിംഗ് പ്രോസസ്സിനൊക്കെ പിന്നെ സിവ ബേബി ഫുൾ ടൈം ഹെൽപ്പറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആവശ്യമാണ്. ഇത് ഏകദേശം ഒരു 1.25 കപ്പ് തേങ്ങാപ്പാലുണ്ട്. നല്ല കട്ടിയിൽ തന്നെ പാലെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രം അച്ചപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും ടേസ്റ്റും ഒക്കെ യുണീക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കുന്ന പോലെ നമ്മൾ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ അത് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ബാറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി എന്തായാലും ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് സീസമി സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഒരു കടായിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം അച്ചപ്പത്തിൻ്റെ അച്ച് ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അപ്പം ശരിക്കും നമുക്ക് കിട്ടില്ല. അതിനുശേഷം മാവിൽ ഒരു 3/4 പോർഷൻ മാത്രം ഇതുപോലെ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ഓയിലിലേക്ക് തിരിച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഇതിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളിതുപോലെ അച്ച് ഒന്ന് ഓയിലിൽ വെക്കണം. പിന്നെയും ചൂടായതിന് ശേഷം അടുത്ത സെറ്റ് വെക്കുക. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റ് തന്നെയാണ്. വെരി ലോ ഫ്ലെയിമിലും വെരി ഹൈ ഫ്ലെയിമിലും ഒരിക്കലും ഉണ്ടാക്കരുത്. ഒരു മീഡിയം ഫ്ലെയിം എപ്പോഴും കീപ്പ് ചെയ്യുക. അതിനുശേഷം തിരിച്ചിട്ട് അത് ഓൾമോസ്റ്റ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചപ്പം. നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള റെസിപ്പി ആയിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ.